റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ലോക്കൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ ഷോക്കിന്റെ ഫലമായി തങ്ങളുടെ കടുംപിടുത്തം ലേബർ സർക്കാർ ഉപേക്ഷിച്ചു. ലോക്കൽ തെരഞ്ഞെടുപ്പിൽ വിന്റർ ഫ്യൂൽ പേയ്മെന്റ് റദ്ദാക്കിയ നടപടി തിരിച്ചടിച്ചതോടെ ഇനിയും ജനരോഷം കണ്ടിലെന്നടിച്ച് മുന്നോട്ട് പോകാൻ ലേബർ ഗവൺമെന്റിന് കഴിയാത്തതിന്റെ ഫലമായി 9 മില്യൺ പെൻഷൻകാർക്ക് വിന്റർ പേയ്മെന്റ് തിരിച്ചു കിട്ടും. 35,000 പൗണ്ടിൽ താഴെ വരുമാനമുള്ള എല്ലാ പെൻഷൻകാർക്കും പേയ്മെന്റും ഈ വിന്ററിൽ തിരികെ കിട്ടുമെന്ന് ചാൻസലർ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം വിളംബരം ചെയ്ത് വെട്ടിക്കുറച്ച പദ്ധതിക്കെതിരെ ജനം ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തതോടെയാണ് തിരിച്ചറിവ് വന്നത്. ഈ തിരിച്ചടക്കത്തോടെ ഏകദേശം 9 മില്യൺ പെൻഷൻകാർക്ക് പേയ്മെന്റ് ലഭിക്കും. ഒരു കുടുംബത്തിന് 300 പൗണ്ട് വരെയുള്ള പേയ്മെന്റ് നൽകാൻ 1.25 ബില്യൺ പൗണ്ടാണ് ചെലവ്. പേയ്മെന്റിന് യോഗ്യരായവരുടെ എണ്ണം കുറച്ച നടപടിയിൽ ഖേദം പ്രകടിപ്പിക്കാൻ പോലും തയ്യാറാകാതെയാണ് റീവ്സ് പുതിയ നീക്കം അറിയിച്ചത്. കഴിഞ്ഞ വർഷം ഇത് വെട്ടിക്കുറച്ചത് ശരിയായ നടപടിയായിരുന്നുവെന്ന് അവർ ആവർത്തിച്ചു. ഫണ്ടിംഗ് വ്യക്തമാക്കാതെയാണ് ഈ നടപടി എന്നതും ശ്രദ്ധേയമാണ്. അവസരം മുതലാക്കി ലേബർ എംപിമാർ ഇപ്പോൾ 2 കുട്ടികൾക്കുള്ള ബെനിഫിറ്റ് ക്യാപ് റദ്ദാക്കാനും വികലാംഗ ബെനിഫിറ്റുകൾ റദ്ദാക്കാനുമുള്ള പദ്ധതി പിൻവലിക്കാനും സമ്മർദ്ദം ആരംഭിച്ചു. സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങിയതോടെയാണ് ഇത് സാധ്യമായത് എന്ന ഡൌണിംഗ് സ്ട്രീറ്റിന്റെ വിശദീകരണം. അവസ്ഥയിലേക്ക് നീങ്ങിയതോടെയാണ് ഇത് സാധ്യമായത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓഫീസ് ഫോർ ബഡ്ജറ്റ് റെസ്പോൺസിബിലിറ്റി രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് നേർപകുതിയായി കുറച്ചിരിക്കുമ്പോഴാണ് ഈ അവകാശവാദം. കുടിയേറ്റ വിരുദ്ധ വികാരം ആളിക്കത്തിച്ച് നോർത്തേൺ അയർലൻഡിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കുറ്റത്തിന് 2 കുടിയേറ്റക്കാരായ കൗമാരക്കാരെ അറസ്റ്റ് ചെയ്തതോടെയാണ് കലാപം പടർന്നത്. ശനിയാഴ്ച വൈകുന്നേരം സംഭവം നടന്നതായി പറയുന്ന കോ ആൻഡ്രിമിലെ ബാലിമെനയിലുള്ള ഹാരിവിൽ എന്ന പ്രദേശത്ത് ആയിരങ്ങളാണ് കഴിഞ്ഞ ദിവസം സംഘടിച്ചത്. ക്ലോനോവോൺ ടെറസിലെ പെൺകുട്ടിക്ക് നേരെയാണ് ഗുരുതരമായ ലൈംഗിക അതിക്രമത്തിന് ശ്രമം നടന്നത്. സംഭവത്തിൽ 2 14 വയസ്സുകാരെയാണ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. കോലറയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്ക് പരിഭാഷകന്റെ സഹായം ആവശ്യമായി വന്നതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് പിന്നാലെയാണ് പ്രാദേശിക പാർക്കിൽ സംഘടിപ്പിച്ച ജനക്കൂട്ടം ക്ലോനോവോൺ ടെറസ് മേഖലയിലേക്ക് മാർച്ച് ചെയ്തത്. ഒരു ഭാഗത്ത് തീ കത്തിച്ച് രോഷം പ്രകടിപ്പിച്ച ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനായി വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തി. പോലീസ് ലൈനുകൾക്ക് നേരെ മിസൈലും പെട്രോൾ ബോംബും പെയിന്റ് മറിഞ്ഞതായി പ്രാദേശിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സമീപത്തെ പ്രോപ്പർട്ടികളും മുഖംമൂടി അണിഞ്ഞ് യുവാക്കൾ തകർത്തു. ബലാത്സംഗ ശ്രമത്തിനുള്ള കുറ്റങ്ങളാണ് 14കാരായ 2 ആൺകുട്ടികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്നാൽ ഇവർ കുറ്റം നിഷേധിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. പുതിയ അധ്യയന വർഷത്തിലെ 6ാം പ്രവൃത്തി ദിനമായ ഇന്ന് കുട്ടികളുടെ കണക്കെടുപ്പിൽ വിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ കർശനമാക്കിയപ്പോൾ അധ്യാപകർക്ക് ചങ്കെടുപ്പ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ എണ്ണത്തിൽ വൻ കുറവാണ് ഓരോ വർഷവും ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ നിന്ന് പുറത്തുപോകുന്ന കുട്ടികളുടെ പകുതി പോലും 1ാം ക്ലാസ്സിൽ ചേരുന്നില്ല. കഴിഞ്ഞ അധ്യയന വർഷം 9,923 കുട്ടികൾ SLC പരീക്ഷ എഴുതിയപ്പോൾ ഇക്കുറി 1ാം ക്ലാസ്സിൽ ചേർന്നിരിക്കുന്നത് 4,273 കുട്ടികൾ മാത്രം. കണക്കുകളിലെ ഈ കുറവ് ബാധിക്കുന്നത് അധ്യാപക തസ്തികകളെയാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം അനാഥമായ സ്കൂളുകൾ നിലവിലുള്ള പത്തനംതിട്ട ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഭാവി ഒട്ടും ശോഭനവുമല്ല എന്ന് വ്യക്തമാക്കുന്നു. എയ്ഡഡ് സർക്കാർ മേഖലയിൽ കുട്ടികളുടെ എണ്ണത്തിൽ ചോർച്ച ഉണ്ടാകുന്നുണ്ട്. 10ൽ താഴെ കുട്ടികളുമായി അധ്യയനം നടത്തുന്ന നിരവധി സ്കൂളുകൾ ജില്ലയിലുണ്ട്. ഹൈസ്കൂളുകളിൽ പോലും 20 കുട്ടികളെ തേക്കാൻ പാടുപെടുന്നവരുണ്ട്. 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി പോലും എത്താത്ത സ്കൂളുകളും പട്ടികയിലുണ്ട്. 4 ക്ലാസ്സുകളുള്ള അയിരൂർ, മുക്കന്നൂർ LPSൽ ഒരു കുട്ടി പോലും വരാത്തതിന്റെ പേരിൽ സ്കൂൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒരു സ്കൂളെങ്കിലും ഒരു അധ്യയന വർഷം അടച്ചുപൂട്ടേണ്ട സ്ഥിതിയും പത്തനംതിട്ട ജില്ലയിലുണ്ട് എന്ന് വാർത്തകൾ വ്യക്തമാക്കുന്നു. കേരള തീരത്തിന് സമീപത്ത് വെച്ച് തീപിടിച്ച വാൻഹായ് 503 എന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ അടുത്ത 3 ദിവസത്തിനുള്ളിൽ കൊച്ചി, കോഴിക്കോട് തീരങ്ങളിൽ അടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ്. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയ ഈ മുന്നറിയിപ്പ് പ്രകാരം തീരത്തേക്ക് സമാന്തരമായി നീങ്ങുന്ന എണ്ണപ്പാട അപകട ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. കണ്ടെയ്നറുകൾ തെക്ക് കിഴക്കൻ ദിശയിലേക്കാണ് നീങ്ങുന്ന സ്ഥിതികൾ. അതിലൂടെ കേരള തീരത്തിന് വലിയ അപകട സാധ്യത ഉയരുന്നു. കപ്പൽ തീപിടുന്നതിനാൽ ഇതുവരെ കപ്പലിലേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്താൻ പോലും കോസ്റ്റ് ഗാർഡിന് സാധിച്ചിട്ടില്ല എന്നതും പറയപ്പെടേണ്ടത്. തീ പടരുന്നതിനാൽ ഇതുവരെ കപ്പലിലെ രക്ഷാപ്രവർത്തനം നടത്തി തീ അണയ്ക്കാനുള്ള സാധ്യത ഉയരുന്നു. കപ്പൽ തീ പടരുന്നതിനാൽ ഇതുവരെ കപ്പലിലേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്താൻ പോലും കോസ്റ്റ് ഗാർഡിന് സാധിച്ചിട്ടില്ല. ക്യാപ്റ്റനടക്കം 18 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കപ്പലിലുണ്ടായിരുന്ന 4 പേരെ ഇപ്പോഴും കാണാനില്ല എന്നും സൂചനകൾ. സ്കൂൾ സമയം അരമണിക്കൂർ കൂട്ടുന്നതിൽ മാറ്റമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് വർദ്ധിപ്പിക്കും. അടുത്ത ആഴ്ച മുതൽ ഇത് നിലവിൽ വരുമെന്നും അറിയിച്ചു. അക്കാദമിക് കലണ്ടർ ഉടൻ തയ്യാറാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇനി സ്പോർട്സ് വാർത്തകൾ. 2026 ഫിഫ ലോകകപ്പിനുള്ള യോഗ്യതാ മത്സരത്തിൽ ക്രൊയേഷ്യയ്ക്ക് ഗംഭീര ജയം. തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 1-നെതിരെ 5 ഗോളുകൾക്ക് തകർത്തു. ക്രൊയേഷ്യയ്ക്ക് വേണ്ടി ആൻഡ്രസ് ക്രമാരിച്ച് 2 ഗോളുകൾ നേടി. ലൂക്ക മോഡ്രിച്ച്, ഇവാൻ പെരിസിച്ച്, ആന്റേ ബുദ്ദിമിർ എന്നിവർ ഓരോ ഗോൾ വീതം കരസ്ഥമാക്കി. തോമസ് സൗസെക് ആണ് ചെക്ക് റിപ്പബ്ലിക്കിനായി ഗോൾ നേടിയത്. വിജയത്തോടെ ക്രൊയേഷ്യയ്ക്ക് 6 പോയിന്റായി. യൂറോപ്യൻ ക്വാളിഫയറിനുള്ള ഗ്രൂപ്പ് എല്ലിൽ ക്രൊയേഷ്യ 2ാം സ്ഥാനത്താണ് ഇപ്പോൾ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ക്രിക്കറ്റ് ഫൈനലിന് നാളെ തുടക്കം. ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ നടക്കുന്ന കിരീടപ്പോരിൽ ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയുമാണ് നേർക്കുനേർ. നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയ്ക്ക് കിരീടം നിലനിർത്തുകയാണ് ലക്ഷ്യം. എന്നാൽ ആദ്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടത്തിനൊപ്പം ICC ടൂർണമെന്റുകളുടെ നോക്കൌട്ട് റൗണ്ടിൽ പുറത്താകുന്ന ഭാഗ്യക്കേടിന്റെ ടീമെന്ന പേരുദോഷം മാറ്റുകയാണ് ദക്ഷിണാഫ്രിക്കയുടെ ലക്ഷ്യം. ഇന്ത്യൻ സമയം നാളെ ഉച്ചയ്ക്ക് ശേഷം 3:30 മത്സരം ആരംഭിക്കുക. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 115.78 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.